ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ കരാവലി നടക്കുവാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ അറിയാം. അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു ജനുവരി ആദ്യം ആകുമ്പോഴത്തേക്കിന് അത് പോകും എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കരാവലിയുടെ ലാസ്റ്റ് ദിവസം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുക. ഇനി ഒരു ദിവസം 2 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. ഞായറാഴ്ച ആകുമ്പോഴത്തേക്കിന് അത് പോകും. അപ്പോൾ ഈ സമയത്ത് പോയി കഴിയുമ്പോഴത്തേക്കിന് എന്താണ്, നമ്മുടെ സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറഞ്ഞ് നമ്മൾ പറയുന്ന പൈസയിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പോയേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളെന്താ നമ്മുടെ കരാവലിയിലേക്ക് പോയതാട്ടോ. അപ്പോൾ പോയ വീഡിയോ ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും കണ്ടു കഴിയുമ്പോൾ മടുപ്പല്ലേ, അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കരാവലിയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടോ. അധികമില്ല, കുറച്ച് സാധനം നേരത്തെ മേടിച്ചത് കൊണ്ട് അധികം സാധനം വാങ്ങിക്കാനില്ലായിരുന്നു. അപ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഞാനും ഷാമികയും കൂടെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി കേട്ടോ. അതാ കാണുന്ന കേട്ടോ ബീച്ച്. കരാവലി നടക്കുന്ന അപ്പുറത്തും പിന്നെ ബീച്ചും അടുത്തടുത്താട്ടോ. രണ്ടും അടുത്തടുത്തായതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബീച്ചിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാർ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്, ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം കാണുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീച്ചിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് വേഗം കണ്ടിട്ട് വരാവേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഒരു ചെറിയ കുഴിയൊക്കെ കണ്ടത് എന്താണെന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് ഷാമിക നടക്കുക കേട്ടോ. കയ്യിലൊരു ചെറിയ കവറൊക്കെ ഇരിപ്പുണ്ട്, അത് ഞങ്ങൾ വാങ്ങിച്ച സാധനം കേട്ടോ. ആ ഒരു ചെറിയ കവറിനകത്ത് സാധനമേ വാങ്ങിയുള്ളൂ, അധികം സാധനമൊന്നും വാങ്ങിച്ചില്ല. കഴിഞ്ഞ തവണ വാങ്ങിയത് കൊണ്ട് കുറച്ച് സാധനം മതിയായിരുന്നു. അപ്പം വാങ്ങിച്ച കവറൊക്കെ കയ്യിലിരുന്ന് പിന്നെ ചെരുപ്പൊക്കെ എൻ്റെ കയ്യിൽ ഊരിയൊക്കെ തന്നിട്ട് ബീച്ചിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുക കേട്ടോ. അപ്പോൾ അവിടാണ് കരാവലി. ആ വെള്ള ഇത് കണ്ടില്ലേ, അത് നടക്കുന്നിടത്താണ്. ബാക്കി പകുതി കടകളെല്ലാം ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ബാക്കി കുറച്ചല്ല കടകളുണ്ട്, കുറേ കടകളുണ്ട്. അതിൽ കുറച്ച് കടകൾ മാത്രം കാലിയായി പോയേ. അപ്പം ഞങ്ങളുടെ പാർക്കല്ല, നമ്മുടെ കാർവാർ ബീച്ചൊക്കെ കണ്ടില്ലേ എല്ലാവരും. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ തവണ നിങ്ങളെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കാർവാർ ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ പുറത്ത് വന്നപ്പോഴത്തേക്കിന് നിങ്ങളെയൊക്കെ ഒന്നും കൂടി ഒന്ന് കാണിച്ചാലും പിന്നെയും കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചു തരുന്നതാട്ടോ. അപ്പം ഞങ്ങളിതാ ഇങ്ങനെ ബീച്ചിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? കണ്ടോ, ചെരുപ്പും ഇതും എൻ്റെ കയ്യിൽ തന്നിട്ട് ആളോടി. കണ്ടോ, ഇങ്ങനെ കുറേ സാധനങ്ങൾ. ഇതിനകത്തെല്ലാം ഒരു സൈസ് ശംഖ് പോലത്തെ ജീവിയുടെ കൂടാണ്. ഈ മണ്ണിങ്ങനെ കിടക്കുന്ന കണ്ടോ, ഇതെല്ലാം അതിങ്ങനെ കുഴിച്ചു നോക്കുമ്പോൾ ഒരു ശംഖ് പോലത്തെ ഒരു ജീവി വരും, ഞണ്ട് പോലെ ഇരിക്കുന്നത്. അതിലൊന്ന് തൊട്ട് നോക്കിയേ. കണ്ടോ, ഇവിടെ എല്ലാം അങ്ങനെയൊക്കെ. മണ്ണിനടിയിൽ ഒരു സൈസ് ജീവിയുണ്ട്, ശംഖ് പോലെ ഇരിക്കുന്നത്, ഞണ്ട് പോലെ ഇരിക്കുന്നത്. അതൊരു സൈസ് ശംഖാന്നാ ഇന്നാളൊരാൾ പറഞ്ഞത്, ഞണ്ട് പോലെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ ബീച്ചിൽ കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഷാമിക കളിക്കുന്നതും ഞാൻ വീഡിയോ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സന്ധ്യയായി കേട്ടോ. അപ്പോഴേക്കും ഒരു 6 മണി ആകാറായി. അപ്പോൾ 6 മണി കഴിഞ്ഞു. അന്നേരത്തേക്കും ഞങ്ങളിങ്ങനെ കയറി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ കരാവലിയുടെ വീഡിയോ ഒന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും ഷാമിക
അപ്പുറത്ത് കണ്ട പോപ്കോൺ കടയിലോട്ട് കയറി. ഞങ്ങളുടെ മെയിൻ ഇതാണ് പുറത്ത് വന്നു കഴിയുമ്പോൾ കഴിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് കോൺ മാത്രമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ പോപ്കോൺ ഉണ്ടെങ്കിൽ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമല്ല. അതിലൊക്കെ ഇഷ്ടം പോപ്കോണും ഇഷ്ടമാണ്, പിന്നെ അതിൽ സ്വീറ്റ് കോണാണ് പ്രധാനമായിട്ടും ഭയങ്കര ഫേവറേറ്റ്. അപ്പം ഞാൻ വീഡിയോ എടുത്തിരുന്ന സമയത്ത് ആളിത് ആ കടയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കടയിൽ നിൽക്കുന്നത്. പിന്നെ ഷാമിയൊക്കെ ഒരു സ്വീറ്റ് കോണൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങളിങ്ങ് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വിശേഷം. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്